ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ജോൺ ഡൺ എഴുതിയ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം ഡെത്ത് ബി നോട്ട് പ്രൗഡിനെ ഹോളി സൊണറ്റ് 10 എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 1609 ജോൺ ഡൺ എഴുതിയതാണ് ഈ ഡെത്ത് ബി നോട്ട് പ്രൗഡ്. അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത് 1633 അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ഡെത്ത് ബി നോട്ട് പ്രൗഡ് ബൈ ജോൺ ഡൺ. Death be not proud, though some have called thee. എന്ന് ഇവിടെ റെഫർ ചെയ്യുന്നത് ഡെത്തിനെയാണ്. മൈറ്റി ആൻഡ് ഡ്രെഡ്ഫുൾ, ഫോർ thou art not so എന്നാണ് ഇപ്പോൾ പോയിട്ട് പറയുന്നത്. അതായത് ചിലർ നിങ്ങളെ, അതായത് മരണത്തിനെ ശക്തവും ഭയങ്കരനുമാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും, അതാണ് അവിടെ പറയുന്നത്. തോ സം ഹാവ് കോൾഡ് ദി മൈറ്റി ആൻഡ് ഡ്രെഡ്ഫുൾ. അപ്പം മരണത്തെ ശക്തവും ഭയാനകവുമായ ഒരു ശക്തിയായി പൊതുവായുള്ള നമ്മുടെ സാമൂഹിക വീക്ഷണത്തെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് കവി പറയുന്നത്. ഫോർ thou art not so, അതായത് ഇവിടുത്തെ ഒരു കോർ ആർഗ്യുമെൻ്റാണിത്. അത് മരണം അത് കരുതുന്നത്ര ശക്തമോ ഭയങ്കരമോ അല്ലെന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ്. മരണത്തോട് ബി നോട്ട് പ്രൗഡ് എന്നാണ് പറയുന്നത്. അഭിമാനിക്കരുത്, അഭിമാനിക്കണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഈ വരികളിലൂടെ മരണത്തിൻ്റെ ശക്തിക്കും അധികാരത്തിനും നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭയാനകവും സർവശക്തവുമായ ഒരു ശക്തിയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും മരണം ശക്തമോ ഭയങ്കരമോ അല്ലെന്ന് ജോൺ ഡൺ ഇവിടെ വാദിക്കുകയാണ്. അതാണ് പറയുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡ്, ദോ സം ഹാവ് ദി മൈറ്റി ആൻഡ് ഡ്രെഡ്ഫുൾ, ഫോർ thou art not so. അടുത്ത വരിയിലോട്ട് പോവാം. ഫോർ തോസ് ഹൂം thou തിങ്സ് thou dost overthrow. അപ്പം ഈ ഒരു ഭാഗം എംഫസൈസ് ചെയ്യുന്നത് ഡെത്തിൻ്റെ പെർസീവ്ഡ് പവറാണ്. അത് മരണം അത് വിജയിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് മനുഷ്യരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് അവരുടെ വിധി നിയന്ത്രിക്കുന്നു. അപ്പോൾ ഓവർത്രോ എന്ന വാക്ക് മരിക്കുന്നവരുടെ മേൽ കൂടുതൽ ശക്തവും പൂർണ്ണവുമായ മരണത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് ഒരു സൂചന നൽകുകയാണ്. അപ്പോൾ മരണം, ആ ഡെത്ത് മരണം ബിലീവ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഹാസ് എ പവർ ടു കിൽ ആൻഡ് കോൺക്വർ പീപ്പിൾ. മനുഷ്യരെ കൊല്ലാനും കോൺക്വർ ചെയ്യാനും അതിന് ആ ഒരു ശക്തി ഉണ്ട് എന്നാണ് മരണം വിശ്വസിക്കുന്നത്. ഡൈ നോട്ട് പുവർ ഡെത്ത് നോർ ഇറ്റ് കാൺ തോ കിൽ മീ. അപ്പോൾ ഡൈ നോട്ട് പുവർ ഡെത്ത്, മരണം പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ജീവനുള്ളതോ ശക്തമോ അല്ലെന്ന് ഈ ഒരു ഫ്രേസ് സൂചിപ്പിക്കുന്നു. ഇത് ആത്യന്തികമായ അവസാനമല്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ആ ഒരു ഫ്രേസ് നോക്കിയേ, നോർ ഇറ്റ് ക്യാൻസ് തോ കിൽ മീ. അപ്പോൾ എന്നെയും കൊല്ലാൻ കഴിയില്ല. അപ്പോൾ ഇത് മരണത്തിൻ്റെ അധികാരത്തോടുള്ള നേരിട്ടുള്ള ഒരു ചലഞ്ചാണ്, പോയിട്ടുണ്ട്, വെല്ലുവിളിയാണ്. മരണത്തിൻ്റെ ശക്തി ഭൗതിക ശരീരത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നു എന്നാണ് പോയിട്ട് പറഞ്ഞത്. അതായത് ആ മരണത്തിൻ്റെ പവർ എന്നുള്ളത് ലിമിറ്റഡ് ടു ഫിസിക്കൽ ബോഡി മാത്രമാണ്. ബട്ട് സോൾ ട്രാൻസെൻസ് ദാറ്റ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അതായത് ആത്മാവ് അതിനെ മറികടക്കുന്നു. അപ്പം മരണത്തിന് ശേഷവും ആത്മാവ് നിലനിൽക്കുന്നതിനാൽ മരണത്തിന് യഥാർത്ഥത്തിൽ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഡോൺ ഇത് അടിസ്ഥാനപരമായി വാദിക്കുകയാണ്. മരണത്തിൻ്റെ ശക്തിയോടുള്ള വെല്ലുവിളിയാണ് ഈ വരി. ഫ്രം റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വിച്ച് ബട്ട് തൈ പിക്ചേഴ്സ് ബി മച്ച് പ്ലഷർ ദെൻ ഫ്രം ദീ മച്ച് മോർ മസ്റ്റ് ഫ്ലോ. അപ്പം ഫ്രം റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, അപ്പം മരണത്തെ വിശ്രമത്തോടും ഉറക്കത്തോടും താരതമ്യം ചെയ്യുന്നു. അതുപോലെ ഈ ലൈൻ സജസ്റ്റ് ചെയ്യുന്നത് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, അത് വിശ്രമവും ഉറക്കവും എന്തുപോലെയാണ്? ഒരു ഫെയിൻഡ് ഇമേജസ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത് ആണ്. ഒരു പ്രാഥമിക അനുഭവം, ഒരു മരണത്തിന് മുമ്പായിട്ടുള്ള ഒരു പ്രാഥമിക അനുഭവമില്ലേ, അതുപോലെയാണ് എന്നാണ് പറയുന്നത്. ഫ്രം റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വിച്ച് ബട്ട് they pictures be. അപ്പം വളരെയധികം ആനന്ദം എന്ന് പറയുന്നുണ്ട്, മച്ച് പ്ലഷർ എന്ന് പറയുന്നുണ്ട്, വളരെ അധികം ആനന്ദം. അത് വിശ്രമവും ഉറക്കവും ആനന്ദകരമായ അനുഭവങ്ങളാണെന്ന് കവി സമ്മതിക്കുന്നു. അപ്പോൾ മരണത്തിൻ്റെ ആ നേരിയ പതിപ്പുകൾ പോലുള്ള ഈ വിശ്രമവും ഉറക്കവും ആനന്ദം നൽകുന്നതിനാൽ
മരണത്തിൻ്റെ യഥാർത്ഥ അനുഭവം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ ഉറവിടമായിരിക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം മരണം ഭയപ്പെടുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ ഒരു താൽക്കാലിക വിശ്രമത്തെയും ഉറക്കത്തെയുംക്കാൾ കൂടുതൽ ആനന്ദകരമാക്കുന്ന അന്തിമവും ആത്യന്തികവുമായ വിശ്രമവും സന്തോഷവുമാണെന്ന് ഈ വരിയിലൂടെ കവി വാദിക്കുകയാണ്. അടുത്ത വരികളിലോട്ട് പോവാം. ആൻഡ് സൂണസ്റ്റ് അവർ ബെസ്റ്റ് മെൻ വിത്ത് ദീ ഡു ഗോ. ദീ എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഡെത്തിനെയാണ്. അപ്പോൾ ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും സദ്ഗുണമുള്ളവർ പലപ്പോഴും മരണത്തെ ആദ്യം സ്വീകരിക്കുന്നവരാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വരി സജസ്റ്റ് ചെയ്യുന്നത് എ നാച്ചുറൽ ആൻഡ് പീസ്ഫുൾ ട്രാൻസിഷനാണ് റാദർ ദാൻ എ ട്രാജിക് എൻഡ്. അതായത് ഇത് സൂചിപ്പിക്കുന്നത് മരണം ദുർബലരെയോ അതുപോലെ അർഹതയില്ലാത്തവരെയോ അനുകൂലിക്കുന്നില്ല എന്നാണ്. അതായത് മരണത്തെ ഭയപ്പെടുന്നതും ഒരു ക്രൂരമായ ഒരു ശക്തിയായി കാണുന്ന പൊതുവായ ധാരണയും ഈ വരി വെല്ലുവിളിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ദ ബോൺസ് ആൻഡ് സോൾസ് ഡെലിവറി. അപ്പം റെസ്റ്റ് ഓഫ് ദ ബോൺസ്, അവരുടെ അസ്ഥികളുടെ വിശ്രമം, ഇത് ഭൗതിക ശരീരത്തെ സൂചിപ്പിക്കുന്നു, ഫിസിക്കൽ ബോഡിയെ സൂചിപ്പിക്കുന്നു. മരണശേഷം വിശ്രമവും സമാധാനവും കണ്ടെത്തുന്നു എന്നാണ് കവി പറയുന്നത്. അതുപോലെ ആത്മാവിൻ്റെ വിടുതൽ. അപ്പം ഈ ഭൗതിക ലോകത്തിൻ്റെ നിയന്ത്രണങ്ങളിലൊക്കെ നിന്ന് മുക്തരായി മരണാനന്തര ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ആത്മീയ വിശ്രമത്തിൻ്റെ ആ അവസ്ഥയിലേക്കോ പ്രവേശിക്കാൻ സാധ്യതയുള്ള ആത്മാവിൻ്റെ മോചനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വരികൾ മൊത്തത്തിൽ മരണത്തെ ഒരു കോൺക്വറർ, ഒരു ജേതാവായിട്ടല്ല, മറിച്ച് ഒരു വിമോചകനായിട്ടാണ്, ഒരു ലിബറേറ്ററായിട്ടാണ് വരച്ച് കാണിക്കുന്നത്. Death not as a conqueror but as a liberator and a pathway to a higher state of being എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ലൈനിലോട്ട് പോവാം. Thou art slave to fate, chance, kings and desperate men. അപ്പോൾ ഈ ഫേറ്റ്, ചാൻസ് എന്നെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ അൺപ്രഡിക്റ്റബിൾ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് നേച്ചർ ഓഫ് ഇവൻറ്റ്സ് ആണ്. അതുപോലെ കിങ്സ്, അത് രാജാക്കന്മാർ, അത് നിയമങ്ങളിലൂടെയും വധശിക്ഷകളിലൂടെയും മരണം വിധിക്കാൻ കഴിയുന്ന ഭരണാധികാരികളുടെ ശക്തിയെ ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ ഡെസ്പറേറ്റ് മെൻ, നിരാശരായ പുരുഷന്മാർ. അപ്പോൾ നിരാശയോ സംഘർഷമോ മൂലം നയിക്കപ്പെടുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നു. അപ്പം നമുക്ക് പറയാം ഇത് പലപ്പോഴും അക്രമത്തിലേക്കോ മരണത്തിലേക്കും നയിക്കുന്നു. അപ്പം മരണത്തെ അടിമ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ ദൗ ആർട്ട് സ്ലേവ്, അപ്പം മരണത്തെ അടിമ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ മരണം അന്തിമവും അനിവാര്യവുമായ ശക്തിയാണെന്ന ധാരണയെ പിന്നെയും കവി വെല്ലുവിളിക്കുകയാണ്. അപ്പം ഇവിടെ ഇൻസ്റ്റഡ് കവി സജസ്റ്റ് ചെയ്യുകയാണ്, ഇറ്റ് ഈസ് മിയർലി ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ അതേഴ്സ് എന്ന് വയ്ക്കുന്നത് മോർ പവർഫുൾ എൻറ്റിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ വരി അർത്ഥമാക്കുന്നത് ഡെത്ത് ഡിസ്പൈറ്റ് ഇറ്റ്സ് പെർസീവ്ഡ് പവർ ഈസ് ആക്ച്വലി കൺട്രോൾഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ബൈ അതർ ഫോഴ്സസ്. അതായത് മരണം ശക്തവും സ്വതന്ത്രവുമായ ഒരു ശക്തിയല്ല, മറിച്ച് മറ്റു ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഉപകരണമാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. ആൻഡ് ഡസ്റ്റ് വിത്ത് പോയിസൺ വാർ ആൻഡ് സിക്നസ് ഡ്വെൽ. അപ്പം മരണം, വിഷം, യുദ്ധം, രോഗം തുടങ്ങിയ ബാഹ്യ ഘടകങ്ങളുടെ ഫലമാണെന്നും കവി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഈ വരി ഹൈലൈറ്റ് ചെയ്യുന്നത് മരണത്തിന് യഥാർത്ഥ ശക്തിയില്ലെന്നും പകരം മറ്റ് ശക്തികളാൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്നുമാണ്. അപ്പം അസോസിയേഷൻ ഓഫ് നെഗറ്റിവിറ്റി ഇവിടെയുണ്ട്. അതായത് ഈ ഫ്രേസ് എംഫസൈസ് ചെയ്യുന്നത് ഡെത്ത് ഈസ് നോട്ട് എ ന്യൂട്രൽ ഓർ ഈവൻ എ പോസിറ്റീവ് എൻറ്റിറ്റി. അതായത് നമുക്ക് പറയാം മരണം ഒരു നിഷ്പക്ഷമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അസ്തിത്വമല്ല, മറിച്ച് എന്താണ്, ദോഷവും നാശവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നാണ് കവി ഇവിടെ ഊന്നി പറയുന്നത്. ഇനി അടുത്ത വരിയിലോട്ട് പോവാം. ആൻഡ് പോപ്പി ഓ ചാംസ് ക്യാൻ മേക്ക് എ സ്ലീപ്പ് ആസ് വെൽ ആൻഡ് ബെറ്റർ ദാൻ തൈ സ്ട്രോക്ക്. തൈ എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഡെത്തിനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് പോയിട്ട് ഇവിടെ, വൈ സ്വെല്ലസ് ദോ ദെൻ. അപ്പോൾ പോപ്പി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജോൺ ഡണ്ണിൻ്റെ കാലത്ത് പോപ്പി ചെടിയിൽ നിന്ന് കിട്ടിയ ഒപ്പിയം ഒരു മയക്കുമരുന്നും അതുപോലെ ഒരു വേദന സംഹാരിയുമായിരുന്നു. അതൊരു പെയിൻ റിലീവറുമായിരുന്നു. അതുപോലെ ഇവിടെ ചാംസ് എന്ന് പറയുന്നുണ്ട്. ചാംസ് എന്ന് പറയുന്നത് ഇത് ഉറക്കമോ വിശ്രമമോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിശ്രമമോ ഉറക്കമോ വരാൻ ഉപയോഗിക്കാവുന്ന മാന്ത്രിക രീതികളെയോ
അല്ലെങ്കിൽ മന്ത്രങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് എന്ന് തന്നെ വെച്ചോ. അപ്പോൾ അതിനെ ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചാംസ്. അപ്പോൾ ഇതിനെല്ലാം മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കാൻ കഴിയും. അതായത് ഈ പോപ്പിക്കും ചാംസിനും എല്ലാം മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ മരണത്തെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന മറ്റ് കാര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് കവി മരണത്തിൻ്റെ നിസ്സാരതയെ എടുത്ത് കാണിക്കുകയാണ്. അതായത് മരണത്തിൻ്റെ ശക്തി അത്ര വലുതല്ലെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ കണ്ടോ, ആൻഡ് ബെറ്റർ ദാൻ തൈ സ്ട്രോക്ക്, ഡെത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെത്ത് സ്ട്രോക്ക് ഇത് മരണത്തിൻ്റെ അവസാന ശ്വാസത്തെയോ പ്രവൃത്തിയോ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് അത് ജീവിത അവസാനത്തിന് കാരണമാകുന്നു. ഇവിടെ മരണത്തിൻ്റെ പ്രൈഡ്, അതായത് അഭിമാനത്തിനെ വെല്ലുവിളിക്കുകയാണ് കവി. അത് ചോദിക്കുവാണ്, വൈ സ്വെല്ലസ് ദൗ ദെൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് പോപ്പിക്കും ചാംസിനും ഒക്കെ മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ ആ ഫലം കൈവരിക്കാൻ മറ്റു വഴികളുള്ളതിനാൽ മരണം അത്ര കണ്ട് അഭിമാനിക്കേണ്ട, അല്ല അഭിമാനിക്കരുതെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പെർസീവ്ഡ് പവർ ഓഫ് ഡെത്തിനെ ചലഞ്ച് ചെയ്യുകയാണ് കവി ഇവിടെ. ഇനി അടുത്ത വരിയിലോട്ട് പോവാം. വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ് വി വേക്ക് ഇറ്റേണലി. അപ്പോൾ വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ്, ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ്. അപ്പോൾ ഇത് മരണത്തിൻ്റെ കാലഘട്ടത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ഇത് താൽക്കാലിക വിശ്രമത്തിൻ്റെയോ ഉറക്കത്തിൻ്റെയോ അവസ്ഥയായി അവതരിപ്പിക്കപ്പെടുന്നു. നമ്മൾ നിത്യമായി ഉണരുന്നു എന്നാണ് അടുത്തതായി കവി പറയുന്നത്. ഇത് നിത്യജീവിതത്തിലേക്കുള്ള ഉണർവിനെ സൂചിപ്പിക്കുന്നു. എവേക്കനിങ് ടു ഇറ്റേണൽ ലൈഫ്. അപ്പോൾ ഭൗമിക പരിമിതികൾക്കും മരണത്തിനും അതീതമായ അവസ്ഥ, എ സ്റ്റേറ്റ് ബിയോണ്ട് എർത്ത്ലി ലിമിറ്റേഷൻ ആൻഡ് ഡെത്ത്. ലാസ്റ്റ് വരിയിലോട്ട് പോകാം നമുക്കിനി. ആൻഡ് ഡെത്ത് ഷാൾ ബി നോ മോർ, ഡെത്ത് thou shalt die. ആൻഡ് ഡെത്ത് ഷാൾ ബി നോ മോർ, മരണം ഇനി ഉണ്ടാകില്ല, മരണം നീ മരിക്കും. അതായത് മരണത്തിന് മരണാനന്തര ജീവിതത്തിൽ യാതൊരു ശക്തിയുമില്ലെന്ന് ഈ അവസാന വരി ഊന്നി പറയുന്നു. സാരാംശത്തിൽ പുനരുദ്ധാനത്തിലും, അതായത് റെസറക്ഷനിലും നിത്യജീവൻ്റെ വാഗ്ദാനത്തിലുമുള്ള ഒരു ക്രിസ്തീയ വിശ്വാസം, അതായത് പ്രോമിസ് ഓഫ് ഇറ്റേണൽ ലൈഫ്, ആ ഒരു വിശ്വാസം പ്രകടിപ്പിക്കാൻ കവി ഈ വാചകം ഉപയോഗിക്കുകയാണ്. അപ്പം മരണം ഒരു അവസാനമല്ല, മറിച്ച് ഒരു പരിവർത്തനമാണെന്നാണ് ഈ പോയത്തിലൂടെ നമ്മുടെ പോയിറ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡെത്ത് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് എ ട്രാൻസിഷൻ. അപ്പോൾ മരണം ഭയപ്പെടേണ്ട ഒന്നല്ലെന്നും അതുപോലെ ഉയർന്ന നിലനിൽപ്പിലേക്കുള്ള ഒരു മാറ്റം മാത്രമാണെന്നുമാണ് കവി പറയുന്നത്. എ ട്രാൻസിഷൻ ടു എ ഹയർ എക്സിസ്റ്റൻസ്. I hope you are clear with this explanation, and if you feel this class useful, please share with your friends. Thank you and have a nice day.